നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. വിദേശ യാത്ര സുഗമമാക്കുന്നതിനും ഇമിഗ്രേഷൻ ക്ലിയറൻസ് വളരെ സുഗമമാക്കുന്നതിന് വേണ്ടി ആഭ്യന്തര യാത്രകൾക്ക് ഡിജി യാത്ര ഉപയോഗപ്പെടുത്തുന്നത് പോലെ തന്നെ വിദേശ യാത്രകളിലെ ഇമിഗ്രേഷൻ പരിശോധനകളും സുഗമമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന പുതിയ ഒരു സംവിധാനമാണ് ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം എന്നുള്ളത്. ഈ പ്രോഗ്രാമിൽ നമ്മൾ എൻറോൾ ചെയ്ത് നമ്മളുടെ ഡീറ്റെയിൽസ്, നമ്മളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തത് അപ്രൂവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിലവിൽ ആഭ്യന്തര യാത്രകൾക്ക് ഡിജി യാത്ര ഉപയോഗിക്കുന്നത് പോലെ തന്നെ വിദേശ യാത്രകൾ നടത്തുന്ന സമയത്ത് നമുക്കറിയാം, വിദേശത്തേക്ക് പോകുന്ന സമയത്തേക്കും തിരിച്ചു വരുന്ന സമയത്തും നമ്മൾ ഇമിഗ്രേഷൻ പരിശോധനകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ആ ഇമിഗ്രേഷൻ ക്ലിയറൻസിൻ്റെ സമയത്ത് നമുക്കത് ഡിജിറ്റലായിട്ട് ചെയ്യാവുന്ന ഒരു സംവിധാനമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ എൻറോൾ ചെയ്യുന്നതിനായിട്ട് ഓൺലൈൻ അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്. ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം നമ്മൾ പാസ്പോർട്ട് അപേക്ഷിക്കുമ്പോൾ നമുക്കൊരു അപ്പോയിൻമെൻറ്റ് സ്ലിപ്പ് ടൈം കിട്ടുന്നത് പോലെ ഇതിലും നമുക്ക് ഒരു അപ്പോയിൻമെൻറ്റ് ടൈം കിട്ടും. ആ സമയത്ത് നിലവിൽ 31 സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ ബയോമെട്രിക് ക്യാപ്ചർ ചെയ്യാനുള്ള സംവിധാനം ഇന്ത്യയിലൊട്ടാകെ ലഭ്യമാക്കിയിട്ടുള്ളത്. അത് ഇനിയും കൂടുതലായിട്ട് വരാനാണ് സാധ്യത. അപ്പോൾ അത്തരത്തിൽ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള സെൻറ്ററുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വെറും 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ബയോമെട്രിക് വിവരങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട്, അതായത് നമ്മുടെ ഫോട്ടോയും നമ്മുടെ ഫിംഗർ പ്രിൻറ്റും അവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കൊരു കൺഫർമേഷൻ ഇമെയിലായിട്ട് വരും. അങ്ങനെ ഇമെയിലായിട്ട് നമുക്ക് കൺഫർമേഷൻ വന്നതിന് ശേഷം നമ്മൾ വിദേശ യാത്ര നടത്തുന്ന സമയത്ത് നമുക്ക് പിന്നെ ഈ എമിഗ്രേഷന് വേണ്ടി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. ഇതിനായിട്ട് സെപ്പറേറ്റ് ഗേറ്റുകളുണ്ട്. ആ ഗേറ്റുകളിൽ പാസ്പോർട്ടും നമ്മുടെ ബയോമെട്രിക് വിവരങ്ങളും സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് കടന്നു പോകാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഡിജി യാത്രയിൽ ഉപയോഗിക്കുന്ന അതേ സൗകര്യം വിദേശ യാത്രകളുടെ ഇമിഗ്രേഷന് കൂടി നമുക്ക് ലഭ്യമാക്കുന്ന ഒരു സംവിധാനമാണ് വന്നിരിക്കുന്നത്. ആളുകൾ ഇതേക്കുറിച്ച് അധികമായി അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഞാൻ ഇന്നാണ് ബയോമെട്രിക് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് കൊച്ചിൻ FRRO ഓഫീസിൽ പോയത്. അവിടെ പോയ സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, വളരെ കുറച്ച് ആളുകളാണ് ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആളുകളുടെ ഇടയിൽ അവയർനെസ് കുറവാണ് എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അവയർനെസ് വീഡിയോ ചെയ്യുന്നത്. ഫ്രീക്വൻ്റ് ആയിട്ട് വിദേശ യാത്രകൾ നടക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അവർക്കിത് വളരെ ഉപകാരപ്രദമാകും എന്ന് കരുതുന്നു. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഓൺലൈനായിട്ടാണ് ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കാനായിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യേണ്ടത് fti.ttp.mha.gov.in എന്ന ഗവൺമെൻറ് വെബ്സൈറ്റാണ്. ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം, അതിൻ്റെ ഷോർട്ട് ഫോമാണ് fti.ttp.mha.gov.in. ഈ വെബ്സൈറ്റിലാണ് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു സ്ക്രീനാണ് നമുക്ക് കിട്ടുക. ഈ സ്ക്രീനിനകത്ത് നമ്മളുടെ ഇമെയിൽ ID, ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഇമെയിലും OTP മെയിലും വെരിഫൈ ചെയ്യണം. അതിനുശേഷം നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. ലോഗിൻ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസാണ് വരിക. ഇതിനകത്ത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എന്തൊക്കെ വിവരങ്ങളാണ് നമ്മളതിൽ സമർപ്പിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് വേണ്ടത് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ്. നമ്മൾ പാസ്പോർട്ടിന് ഫോട്ടോ മുൻപ് സമർപ്പിച്ചിരുന്നത് പോലെ തന്നെ ഒരു ഫോട്ടോ. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 ചെവിയും കാണുന്ന രീതിയിലായിരിക്കണം. അത് 6 മാസത്തിൽ കൂടുതൽ പഴക്കമുള്ള ഫോട്ടോ ആവരുത്. അതുപോലെ തന്നെ സമർപ്പിക്കുന്ന ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളറായിരിക്കണം. പിന്നെ നമുക്ക് വേണ്ടത് പാസ്പോർട്ടിൻ്റെ കോപ്പിയാണ്. അതിൻ്റെ സ്കാൻഡ് കോപ്പി സമർപ്പിക്കണം. മിനിമം 6 മാസമെങ്കിലും വാലിഡിറ്റിയുള്ള പാസ്പോർട്ടായിരിക്കണം സമർപ്പിക്കേണ്ടത്. നമ്മുടെ ഈ അപേക്ഷ സ്വീകരിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും പാസ്പോർട്ട് റിന്യൂ ചെയ്യേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കൽ കൂടി വീണ്ടും ഈ ബയോമെട്രിക് എൻറോൾമെൻറ്റ് ചെയ്യണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാസ്പോർട്ട് പുതുക്കുമ്പോൾ നമ്മൾ വീണ്ടും ഒരു തവണ കൂടി അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ നമ്മൾ സമർപ്പിക്കേണ്ട ഒരു രേഖ എന്ന് പറയുന്നത് നമ്മുടെ പ്രസൻറ്റ് അഡ്രസ്സ് പ്രൂവ് ചെയ്യാനായിട്ടുള്ള രേഖകൾ എന്തെങ്കിലുമാണ്. അതുപോലെ തന്നെ വിദേശ OCI കാർഡ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ OCI കാർഡിൻ്റെ രേഖകൾ കൂടിയാണ് സമർപ്പിക്കേണ്ടത്. ഇത്രയും രേഖകൾ ഓൺലൈനായിട്ട് സമർപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു QR കോഡ് കിട്ടും. ആ QR കോഡുമായിട്ടാണ് നമ്മൾ ബയോമെട്രിക് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നിർദ്ദിഷ്ട സ്ഥലത്ത് എത്തിച്ചേരേണ്ടത്. ഈ പദ്ധതിയിൽ എൻറോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഓൺലൈനായിട്ട് അതിനെങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടതെന്നും അതിൻ്റെ വിശദാംശങ്ങൾ കൂടി ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും. അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ
ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ കോൺടാക്ട് നമ്പർ, എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിന് താഴെ കൊടുക്കുന്നുണ്ട്. വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കാൻ ശ്രദ്ധിക്കുക. ദയവായിട്ട് കോൾ ചെയ്യരുത്. കോൾ ചെയ്താൽ പലപ്പോഴും ഞാൻ എന്തെങ്കിലും തിരക്കിലായിരിക്കും, എനിക്ക് മറുപടി പറയുന്നതിന് ബുദ്ധിമുട്ടായിരിക്കും. വാട്സപ്പ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫ്രീ ടൈമിൽ ഞാൻ റിപ്ലൈ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ദാറ്റ് വിൽ ബി കൺവീനിയൻറ്റ്. വാട്സപ്പായിട്ട് മെസ്സേജ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.